രേണുസുതിയാണ്. അപ്പം എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും അതുപോലെ സബ്സ്ക്രൈബേഴ്സിനും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ മലയാളി പ്രേക്ഷകർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. വിഷു കഴിഞ്ഞിട്ടാണ് രേണുസുതി വിഷ് ചെയ്തെങ്കിൽ പോലും ഈ രേണുസുതിയുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകമായിട്ടുള്ള വിഷുകൾ കൊടുക്കുന്നുണ്ട്. ഈ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകമായ ഒരു പരിഗണന കൊടുക്കുന്നു എന്നുള്ളതിന്റെ പ്രധാന ഉദാഹരണമാണിത്. അപ്പൊ നമ്മുടെ പ്രധാന വിഷയം സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. രേണുവിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ പ്രധാന വിഷയം. ഈ രേണു ഒരു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്ത് നിരവധി ആൾക്കാർ കുത്തൊഴുക്കോടെ അതിനകത്തോട്ട് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ചെന്നത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് വിവാദങ്ങളും മറ്റൊത്തിരി കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ സബ്സ്ക്രൈബേഴ്സിനെ, രേണുവിന്റെ സബ്സ്ക്രൈബ് ചെയ്തതിന് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ വിമർശിച്ച ഒരാളാണ് ഞാനും. നമ്മൾ പറഞ്ഞിരുന്ന വിമർശനങ്ങളെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കാണിക്കാനായിട്ടാണ് പ്രധാനമായിട്ടും രണ്ട് ആൾക്കാരുടെ സംസാരം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നടിയായിട്ടുള്ള പ്രിയങ്കയുടെ സംസാരം കേൾക്കാം. ഈ പ്രിയങ്ക എന്ന് പറയുന്ന നടി പുരുഷന്മാരെ അതിഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്ന് ഒരുപാട് ജനപിന്തുണ കിട്ടി നിൽക്കുന്ന ഒരാളാണ് നടിയായിട്ടുള്ള പ്രിയങ്ക. പുള്ളിക്കാരി ഏത് വിഷയത്തിനെ കുറിച്ച് ചോദിച്ചാലും വളരെ ആധികാരികമായി മറുപടി പറയുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ ആധികാരികമായി മറുപടി പറയുന്നതുകൊണ്ട് തന്നെ പലയിടത്തും ഒരു പെടാനുമുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഏതായാലും ഈ പ്രിയങ്ക ഇപ്പൊ പറഞ്ഞതിനകത്ത് ഒരു പ്രധാന ഭാഗം കണ്ടിട്ട് നമുക്ക് ബാക്കിയൊക്കെ കാണാം. പക്ഷെ ഒരു ഞാൻ പറഞ്ഞോട്ടെ, ആ രേണുസുതിനെ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, ഒരു 100 രൂപ പോലും സമയത്ത് 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് ആണെന്ന് പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സ്വരൂപിച്ച് ഉണ്ടാക്കിയപ്പോ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് പരസ്യമായിട്ട്. അപ്പോ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി കൊടുക്കണം. ഈ ജനങ്ങളെ കാണിക്കാനോ? ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി പറയണം. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനായാലും രേണുസുതി ആയാലും മറ്റ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ആയാലും എല്ലാവരും വീഡിയോ ഉണ്ടാക്കി പടച്ചു വിടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുമായിട്ട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. പക്ഷെ ഇന്ന് കാണുന്ന മെജോറിറ്റി ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ ചില ആൾക്കാരെല്ലാം അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണ്. നീയൊക്കെ പോടാ, നീയൊക്കെ എനിക്ക് കാശ് തരുപോടാ, നീയൊക്കെ എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന കുറെ ടീമുകളെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബേസിക്കലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇവർക്ക് നമ്മൾ അങ്ങോട്ട് ചെയ്യും, നീയൊക്കെ വേണേ കണ്ടോണം, നിന്റെ ഒന്നും ഒരു അഭിപ്രായവും നമ്മളിവിടെ സ്വീകരിക്കത്തില്ല, ഇങ്ങനെ അഭിപ്രായത്തിൽ തുടരുന്ന ചില ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് രേണുസുതി. കാരണം നമ്മൾ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നീയൊക്കെ എനിക്ക് കൊണ്ട് തരുമോ, വീട്ടിലേക്ക് എനിക്ക് പൈസ തരുമോ, എന്നാൽ ഞാൻ വീട്ടിൽ ഇരിക്കടാ, എനിക്ക് കൊണ്ട് തടാ പൈസ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ചെയ്യുന്നത് അല്ലെ പിന്നെ വെറുതെ എവിടെയും പോയി വിളിച്ചിരുന്ന് ഷൂട്ട് ചെയ്ത് പൈസ കിട്ടുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. മക്കളെയും കൊണ്ടുവന്ന് സംസാരിക്കുമോ, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അയ്യോ അമ്മ എന്തെങ്കിലും നടക്കണേ എന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും. ഓക്കെ, പ്രിയങ്ക പറഞ്ഞതിലൊരു പ്രധാന അഭിപ്രായമാണ് അമ്മ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്ന് മക്കൾ ചോദിക്കാത്ത രീതിയിലുള്ള പ്രസന്റേഷൻ വേണമായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിൽ ഇവരുടെ മക്കൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങൾ ഒന്നും പറയാൻ പോകുന്നില്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയാൻ പോകുന്നത്. കേട്ടല്ലോ, ബാക്കി കേട്ടോ. കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, കുറ്റമല്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മക്കളോട്, ഈ വളർന്നു വന്ന മോനോട് അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും, നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ ഇപ്പം പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഒരു ഫസ്റ്റ് ഡേ സബ്സ്ക്രിപ്ഷൻ അല്ല, രേണുസുതി എന്റെ പേര് മാറ്റി സബ്സ്ക്രിപ്ഷൻ ആണ് രേണുസുതി തുടങ്ങിയത്. സബ്സ്ക്രിപ്ഷൻ വേറെ, അത് മാന്യമായിട്ടോ അപമാനമായിട്ടോ ചെയ്യാം. ഇത് സബ്സ്ക്രിപ്ഷൻ, അത് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല, അതിനകത്ത് വേറെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം ബേസിക്കലി റിലീസ് ചെയ്തിട്ടുള്ളത് മറ്റാർക്കും കാണാത്ത സാധനങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് പണം മുടക്കി കാണുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്ലാറ്റ്ഫോം. ഇതാണ് ഈ സബ്സ്ക്രിപ്ഷന്റെ പ്രധാന ആശയം. ഈ ആശയത്തിൽ ഇൻസ്റ്റാഗ്രാമിന് 30%, ഈ ക്രിയേറ്ററിന് 70% ഇങ്ങനെ കിട്ടുമെന്നാണ് എന്റെ അറിവ്. സോ ഇവിടുത്തെ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നോർമൽ ഫോട്ടോസ് വെളിയിലിടുന്നു, സബ്സ്ക്രിപ്ഷനിൽ ഇവർ പൈസ തന്നു വരുന്നതല്ലേ. സോ അവർക്ക് മുതലാവണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മുതലാവണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ന്യൂഡിറ്റി അതിനകത്ത് ആഡ് ചെയ്യും. ഇതാണ് ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം പലതരത്തിലുള്ള ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യും. നിങ്ങൾ തന്നെ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മറ്റേ ഈ ആ ഗെയിമിൽ കളിക്കാൻ വേണ്ടി, GTVCയിൽ കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ PUBGയിൽ കളിക്കാൻ വേണ്ടി 16 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് മക്കളെടുത്ത് ചെലവാക്കി എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഗെയിമിനെക്കാട്ടിലും വളർന്നു വരുന്ന പിള്ളേർക്ക് അവർക്ക് ഇത്തരം വിഷയങ്ങളോട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓപ്പോസിറ്റ് സെക്സിൽ നിൽക്കുന്ന ആളുടെ ശരീരത്തിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും.
അങ്ങനെ ഒരാളോട് ഇടാ ഒരു 159 രൂപ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കാണാൻ പറ്റും ഹോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക്, ചില പിള്ളേർക്ക് അത് കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും അവർ ഈ പണം മുടക്കുകയും ചെയ്യും. പിന്നെ വൈദ്യുതി വില 16 ലക്ഷം മുടക്കുന്നില്ലെന്നുള്ളൂ, ഒരാൾക്ക് 159 രൂപ അല്ലെങ്കിൽ 399 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഡിസൈഡ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും. ഇത് അഡിക്ഷൻ ആവുകയും കൂടുതൽ ഇത്തരം വിഷയങ്ങൾ കാണുകയും ഈ ആൾക്കാർ ഫ്യൂച്ചറിൽ സ്ത്രീകളെല്ലാം ഇത്തരത്തിൽ ശാരീരിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു എക്യുപ്മെന്റ്, ഒരു ഉപകരണമാക്കി ഈ സ്ത്രീകളെ കാണുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അത് വരുമ്പോഴത്തേനും ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ബാക്കിയാണ്. അപ്പൊ ആൾക്കാർ അത് കയറി നോക്കാൻ വേണ്ടി അല്ല പുള്ളിക്കാരി ഇപ്പൊ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു നോർമൽ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, പക്ഷെ കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാള് ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടാൽ പോലും എന്ത് കണ്ടന്റ് ഇട്ടാലും അത് കയറി നോക്കിയാലല്ല കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയൂ. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. ആയിക്കോട്ടെ, കഷ്ടപ്പെട്ടിട്ട് അന്നിരുന്നേക്കാളും ലെവൽ ഇപ്പൊ ഇത്തിരി പൊസിഷൻ ആയോ? അതെ അതെ, 100 രൂപ ആരെയും കൈ നീട്ടണ്ടല്ലോ, വേണ്ടല്ലോ. മക്കള് 100 രൂപ കൈ നീട്ടുണ്ടെന്ന് മാത്രമല്ല, മറ്റാളുകളെ മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കത്തുമില്ല. അവർക്കെതിരെ തിരിഞ്ഞു പറയുകയും ചെയ്തു, അവരെ അപമാനിച്ച് നശിപ്പിച്ച് നാറാണക്കല്ലാക്കി വിടുകയും ചെയ്യും. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി രേണുസുധിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. 2 ആമ്പിള്ളേര് മക്കൾക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇത് തുടങ്ങി, ഞാനിപ്പോ ഇരിക്കുന്ന പോലെ അല്ല, ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ഇപ്പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കും ഇല്ലേ? ഞാൻ എന്താ ചെയ്യാത്തെ? എന്റെ മോന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, എന്റെ മോൻ വളർന്നു വരുന്നു, ഞാൻ ഒരു അമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരുടെ മനസ്സിലും വേണം. ഞാൻ അങ്ങനെ ഒരു ചിന്ത തീർച്ചയായിട്ടും മനസ്സിൽ വേണം. അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സോ ഈ രേണുവിനെ പോലുള്ള ആളുകൾ, നിങ്ങൾക്കൊരു മക്കളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. രേണുവിനെ പോലെ അല്ല, മക്കളല്ല ഇല്ലാത്ത ആളുകൾ, അമ്മമാരല്ലാത്ത ആളുകൾ ഭാവിയിൽ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മക്കൾ ഉണ്ടാകുകയും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പടച്ചു വിട്ട വീഡിയോ അവിടെ കിടക്കുകയോ ഇൻ കേസ് നിങ്ങൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ കയ്യിൽ കിട്ടുകയും അവരത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ മക്കൾ ഇവരുടെ മക്കളോട് പഠിക്കുക, നിന്റെ അമ്മയുടെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, നമ്മൾ കണ്ടു സൂപ്പർ എന്ന് പറയുമ്പോഴത്തേനും അവനുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള പ്രശ്നവും ബുദ്ധിമുട്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അമ്മമാര് ചെയ്തു വെച്ച അല്ലെങ്കിൽ അപ്പന്മാര് ചെയ്തു വെച്ച കാര്യം കൊണ്ട് മക്കൾ അനുഭവിക്കുന്നു മാനസിക സമ്മർദ്ദം മൂലം സൂയിസൈഡ്. ഇതാണ് ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടറിയാൻ പോകുന്ന സാധനങ്ങൾ. ഇനി പ്രിയങ്ക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ രേണുവിനെ കുറിച്ച് പറഞ്ഞ ഒരു സാധനം കൂടെ നമുക്കൊന്ന് കേൾക്കാം. അനാവശ്യമായിട്ടുള്ള കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. ചേച്ചിക്ക് അതിനെ കുറിച്ച് എന്താണ്? അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. സ്ത്രീകൾ എല്ലാവരും നല്ലവരാണെന്നല്ല, ചിലവർ മോശമായിട്ടുള്ളവരുണ്ട്, ചിലരും നല്ലവരുമുണ്ട്. അപ്പോൾ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇതൊന്നും അവരുടെ ആരും മിസ്റ്റേക്ക് കൊണ്ടല്ല. രേണുസുധി എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന വീൽസും അതും ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നത് തന്നെയാണ്. അവരവരുടെ വഴിക്ക് വിട്. പലർക്കും പല അഭിപ്രായം. അവരെ അവരുടെ വഴിക്ക് വിട്ടതിന്റെയാണ് ഈ കാണുന്നത്. ആ പാവപ്പെട്ട വിധവ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അവര് തന്നെ എടേ എന്തുവാടേ വിധവ അല്ലേടെ ജീവിച്ച് പോട്ടടെ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ ഒരു സെന്റിമെന്റ്സിൽ ഊന്നി അവർ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അവരൊരു വിധവ കാണിക്കേണ്ട അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ അവർ ചെയ്യുന്നതെന്നും കൂടെ ആലോചിച്ചിട്ട് വേണം ആ പാവം മുന്നോട്ട് പൊക്കോട്ടെ എന്നൊക്കെ പറയാൻ. ഫേസ്ബുക്കിൽ കുറെ വൃത്തികെട്ട സപ്പോർട്ട് കമന്റുകൾ വരും. എടാ നിനക്കൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തോ, എന്റെ കമന്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് എതിരഭിപ്രായം ഉള്ള പോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലിച്ചുള്ള അഭിപ്രായം പറയാനുള്ള പൂർണ്ണ അവകാശം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ അഭിപ്രായം പറയുമ്പോൾ അത് മര്യാദയായിട്ടുള്ള രീതിയിൽ, മാന്യമായിട്ടുള്ള രീതിയിൽ പറയുക. അല്ല തോന്നിയ ആ സാവരാതം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, അത് കേട്ടോണം. ഞാൻ ഫേസ്ബുക്കിൽ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവരിപ്പോ എന്താ അവസ്ഥയിലായി? ആരുടെ മുമ്പിൽ കൈ നീട്ടാതെയും വേറെ രീതിയിൽ പോവാതെ അവർ കാശുണ്ടാക്കി. ഇത് പണ്ട് പറഞ്ഞത് കേട്ടോ, ആരുടെ മുമ്പിൽ കൈ നീട്ടാതെയും വേറെ പോവാതെയും പൈസ ഉണ്ടാക്കി അവർ ജീവിക്കുന്നു. കുറെ ആൽബം ഷൂട്ടുകൾ ചെയ്ത് ആൽബത്തിനെ മുത്തിച്ചിപ്പി ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാതെ അവർ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷെ ഇപ്പോ കുറച്ച് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ചെയ്ത് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സിന് കണ്ണിനൊരു കുളിർമയൊക്കെ നൽകി ഈ നന്മകൾ മാത്രം വിതറിയല്ലേ ജീവിക്കുന്നത്. ഓരോ റീൽസും ചെയ്ത് കാശുണ്ടാക്കുന്നത് നമുക്കെന്താ എതിരഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്, അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ, ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നടക്കും. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാണ്. അതൊന്നും ആർക്കും തടസ്സം നിൽക്കാൻ യാതൊരു അധികാരവും ആർക്കും ഇല്ല. അത് അവർ ചെയ്തോട്ടെ. പലരും പലതും പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഈ പറയുന്ന ആൾക്കാരെല്ലാം രേണുസുധിക്ക് എല്ലാ മാസവും ഒരു 5 ലക്ഷം 2 ലക്ഷം വെച്ച് അങ്ങ് കൊടുക്കട്ടെ. എല്ലാ മാസവും 5 ലക്ഷം രൂപയോ? നമ്മളെ പോലെ ഓരോ മാസവും സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വർഷത്തെ വാർഷിക വരുമാനമാണ് ഈ 5 ലക്ഷം എന്ന് പറയുന്നത്. 5 ലക്ഷം രൂപ ഒരു മാസം വെച്ച് ജീവിക്കാൻ നമുക്ക് ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതൊന്നും ഇല്ല. ഒന്ന് പറഞ്ഞ് രണ്ടിനും. എന്നാ പിന്നെ എല്ലാവരും കുറച്ച് പൈസ ഇങ്ങോട്ട് കൊണ്ട് തന്നേരെ, എന്നാ പിന്നെ എല്ലാവരും കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തേരെ. ഇപ്പൊ അത് 5 ലക്ഷമായി. നേരത്തെ 1 ലക്ഷം 2 ലക്ഷം ആയിരുന്നു, ഇപ്പൊ അത് 5 ലക്ഷത്തിലേക്ക് ഉയർന്നു. ഈ സെലിബ്രിറ്റീസ് അങ്ങനെയാണല്ലോ രേണു പറയുന്നത്. സെലിബ്രിറ്റീസിന് ജീവിക്കാനായിട്ട് ഒരു മാസം 5 ലക്ഷം രൂപ വേണം. അത് നമ്മൾ കൊടുക്കണം. വർത്താണ്. ഒരു വീട്ടിൽ മര്യാദയ്ക്ക് അടങ്ങി ജീവിക്കുന്നത് വർത്താണ്.
വീട്ടിലിരിക്കട്ടെ, എന്താ നല്ലതല്ലേ? പറ്റൂ? ആർക്കെങ്കിലും പറ്റൂ? ഇല്ല, ഒരാളും ചെയ്യില്ല. അപ്പൊ അവര് ഞാൻ പറയുന്ന തെറ്റായ രീതിയിലല്ലാത്ത രീതിയിൽ പിന്നെ നമ്മൾ ഒരു ഭർത്താവ് മരിച്ച ഒരാളാണ്, എല്ലാം ശരി തന്നെ. എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരെയും കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ സമൂഹത്തിൽ കുറേ നെഗറ്റീവ് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെൻ്റെ അഭിപ്രായമാണ്, വേറെ ആരുടെയല്ല. ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ തീരുമാനിക്കണം. പക്ഷേ അത് സമൂഹത്തിൽ നടക്കുന്ന ഞാൻ അറിയപ്പെടുന്ന ഒരാളാകുമ്പോൾ ഞാൻ അത് കുറച്ച് അച്ചടക്കം പാലിക്കണമെന്ന് തീരുമാനിച്ചാളാണ് ഞാൻ. ഓക്കെ, അത് വളരെ നല്ല കാര്യമാണ്. ഇതിനകത്ത് പറയുന്ന ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് മര്യാദക്കുള്ള രീതിയിൽ എന്ത് ചെയ്യാം. ഈ മര്യാദ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ചും 4 പേര് അറിയപ്പെടുന്ന ഒരാളാകുമ്പോഴത്തേനും നിങ്ങൾ പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോ വളരെ സെലിബ്രിറ്റി അല്ല പോപ്പുലർ ഫിഗർ ആയിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ അത് ഈ അവരെ ഫോളോ ചെയ്യുന്ന, അവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങും. അല്ലാതെ ഇപ്പൊ എനിക്ക് വലിയ ഫോളോയിങ്ങോ ഫാൻ ബേസോ അല്ലെങ്കിൽ അവരുടെ ഡൈഹേർഡ് ഫാനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ ഒരാളും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല. ഇൻ കേസ് ഞാൻ ഒരു വലിയ ആളാവുകയും എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ വളരെ അധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ കാണിക്കുന്ന സാധനങ്ങൾ പല ആൾക്കാരും ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങും. ഇപ്പൊ പ്രത്യേക രീതിയിൽ സിഗരറ്റ് പിടിക്കുന്ന ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പല പിള്ളേരും ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഇവരെല്ലാം എടുക്കണം. ഇനി നമ്മുടെ ഈ പ്രിയങ്ക തന്നെ കുറച്ചും കൂടെ നാളുകൾ പുറകിലേക്ക് പോകുമ്പോഴത്തേനും മറ്റൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വസ്ത്രധാരണത്തെ കുറിച്ചും മക്കൾക്ക് ഉണ്ടാക്കുന്ന അപമാനത്തെ കുറിച്ചും. അതാണല്ലോ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു കോർ ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൂടെ നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, പണ്ടും പറഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബത്തിൽ എന്റെ മോനും വളർന്നു വരുന്ന മോനും അന്തസ്സോടെ ഇത് എന്റെ അമ്മയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ എല്ലാ ഡ്രസ്സും നാളെ ഇതൊക്കെ അവിടെ കിടക്കും. എന്റെ മോൻ വളർന്നു വരും. അപ്പൊ അതെന്റെ നിന്റെ അമ്മയല്ലേ അതെന്ന് ചോദിക്കുമ്പോൾ എന്റെ മോനും മോനും മാറും. എന്റെ വീടിന്റെ അന്തസ്സിന് തെറ്റാവുന്ന ഒരു ഡ്രസ്സും ഞാൻ ചോദിക്കില്ല. മറ്റുള്ളവർ ഓക്കെ, അത് അവരുടെ മക്കളെ കുറിച്ചിട്ടുള്ള ചിന്തയും കൂടെ വെച്ചിട്ടാണ് ഈ സാധനം ഇട്ടേക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചാണ്, ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതാണ്. സോ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാം. മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്ന പ്രധാന ആശയം, അല്ലെങ്കിൽ ഈ രേണുസുതിയെ എതിർക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനെ എതിർക്കുന്ന നമ്മൾ പറയുന്ന പ്രധാന ആശയം, പിള്ളേർ ഇൻഫ്ലുവൻസ് ആവും, പിള്ളേരുടെ കയ്യിൽ നിന്ന് ഇതിലേക്ക് പൈസ പോകും, പിള്ളേർ ഇതിന്റെ പുറകെ നടക്കും, പിള്ളേർ ഇത് കണ്ട് അങ്ങനെ, അതാണല്ലോ നമ്മൾ പറയുന്ന പ്രധാന ആശയം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു വീഡിയോ കാണാം. ഇതിലൊക്കെ വന്നിരുന്ന് പേയ്മെന്റ് വിട്ട് കണ്ടിട്ടായിരിക്കും, കാണാൻ വേണ്ടി വലിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ പുറത്തുപോയി ക്ലീൻ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ള അതിനകത്തും അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പോഴത്തെ വന്നിട്ട് എന്നെ തെറിയും വിളിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. പകൽമാന്യമായ ആൾക്കാരാണ്. രാത്രി ഇരുട്ടത്ത് പോവുകയും ചെയ്യും, പകലത്ത് അവരെ കളിയാക്കുകയും ചെയ്യും, ആക്ഷേപിക്കുകയും ചെയ്യും. പക്ഷെ അത് കാണുന്നത് കൂടുതൽ കുട്ടികളാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ചർച്ചയായ സബ്സ്ക്രിപ്ഷൻ, ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ നേടിയ മലയാളി പെൺകുട്ടി പർപ്പിൾ ചേച്ചി കാര്യം, ഇതല്ലാതെ ഒരുപാട് നമ്മൾ അറിയാത്ത പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ നേരത്തെ ചെയ്തു വെച്ച കാര്യമാണ്. ഇങ്ങനെ മേനി പ്രദർശനങ്ങളും അല്ലാതെ എന്തും ആയിക്കോട്ടെ, എന്തിനും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന പ്രതീക്ഷയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിതാവിൻ്റെ അടുത്തേക്ക് വരുവാണ്, ഇങ്ങനെ സംഭവം അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എടോ കണ്ടു, അതൊക്കെ അവർ ഇഷ്ടം, ഈ ലോകത്ത് ഏത് രീതിയിൽ കാശുണ്ടാക്കാൻ എല്ലാവരും സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്, അവരത് ചെയ്തോട്ടെ. എടോ അതല്ല, എൻ്റെ മകൻ ഇതുപോലെ തന്നെ 13 വയസ്സുകാരൻ ഇങ്ങനെ സംഭവം കണ്ടായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എൻ്റെ ഇത് പൈസ എടുത്തു. 13 വയസ്സുള്ള ചെറുക്കൻ ഈ സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രൈബ് ചെയ്തു. അത് രേണുവിന്റെ ആണോ എന്ന് നമുക്കറിയത്തില്ല, രേണുവിന്റെ ആവാൻ, രേണുവിന്റെ അല്ലാതിരിക്കാം. ഈ 13 വയസ്സുള്ള ചെറുക്കൻ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പന്റെ കീശയിൽ നിന്ന് കാശ്, കാരണം 13 വയസ്സിൽ അവന് സമ്പാദിക്കാനുള്ള കൽപ്പില്ലല്ലോ, അപ്പന്റെ കയ്യിൽ നിന്നുള്ള കാശ് എടുത്ത് ഇവൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കണ്ടു. ഈ വീഡിയോ കാണുക മാത്രമല്ല അവൻ മറ്റൊരു കാര്യം കൂടെ ചെയ്തു, നമുക്ക് കാണാം. ഇങ്ങനെ ഒരാളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വീഡിയോ കണ്ടു, ഒന്ന് ഓർത്തിവിടെ എൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഇതും പറയാം. കാര്യം നമ്മുടെ മക്കളൊക്കെ ഉണ്ട്, പലരും മക്കളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു കുട്ടിയോട് ഞാൻ ഇതിന് ചർച്ച ചെയ്ത് വേറെ ആളെടുത്ത് പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞത് എൻ്റെ ക്ലാസ് ടീച്ചർ, എൻ്റെ അടുത്തുള്ള ഒരു ഇന്നാണ്, അവരെ കാണുന്ന പോലെ എനിക്ക് ഇവരെ കാണാൻ തോന്നുന്നു, അല്ലെ തോന്നുന്നു. അപ്പോൾ അവരെ കുറിച്ച് കൂടുതൽ കാണാൻ വേണ്ടി ഞാൻ പൈസ ഒപ്പിച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തു. എങ്ങനെയുണ്ട്? നൈസ് സാധനമല്ലേ? അതായത് പറഞ്ഞ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവൻ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് കയറി. അപ്പൊ ആ സബ്സ്ക്രൈബ് ചെയ്ത് അകത്തേക്ക് കയറിയപ്പോ അയാളെ കാണാൻ ഇവന്റെ ടീച്ചറിനെ പോലുണ്ട്. അപ്പൊ എന്റെ ടീച്ചറിനെ എങ്ങനെ കാണാൻ എനിക്ക് ആഗ്രഹം തോന്നി. ഇത് പിള്ളേരുടെ തെറ്റാന്ന് നമ്മൾ പറയുന്നില്ല, കാരണം അവരുടെ മനസ്സങ്ങനെയാണ്, അവർ വളർന്നു വരുന്ന ഇതാണ്, വ്യക്തിത്വ രൂപാന്തരത്തിന്റെ സമയമാണ്, അവർക്ക് അങ്ങനെ പലതും തോന്നും, അങ്ങനത്തെ പല കാര്യങ്ങളും തോന്നും. അപ്പൊ ഇതിനകത്ത് ശരി ഏത് തെറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ ഒരു സമയത്താണ് ഇങ്ങനെ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസിങ് പരിപാടികൾ ഇവിടെ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാളെ ഇവന്റെ ടീച്ചറിനെ ഇതുപോലെ കാണണമെന്ന് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുകയും തുടങ്ങുമ്പോൾ മറ്റൊരു ദിവസം ആ പെണ്ണെങ്ങനെ ഉണ്ടാക്കൊള്ളാം, ഈ പെണ്ണെങ്ങനെ ഉണ്ടാകൊള്ളാം, എന്റെ പെങ്ങളെങ്ങനെ ഉണ്ടാ തുടങ്ങാം, എന്റെ അമ്മ എങ്ങനെ ഉണ്ടാക്കൊള്ളാം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങും. ഇവിടൊക്കെയാണ് ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. ഈ പിള്ളേരെ നമുക്ക് ഒരു തരത്തിലും ഈ ഒരു വിഷയത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളായിട്ടുള്ള ആളുകൾ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേനും ചില ആൾക്കാർ പറയും 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോം അല്ലത്, അത് മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ടതാണ്, പിള്ളേർക്ക് ഫോൺ കൊടുക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേനും അത് എങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇതൊക്കെ പറയാൻ പറ്റും, ഇതൊക്കെ കറക്റ്റ് ആണ്. കാരണം നമുക്ക് കിഡ്സ് യൂട്യൂബ് ആണ് പിള്ളേർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കേണ്ടത്, പിള്ളേർ ഇതൊന്നും ഉപയോഗിക്കാതെ നോക്കേണ്ടത് മാതാപിതാക്കളാണ്.
ഇന്നത്തെ കാലത്ത് പഠനങ്ങൾ കൂടുതൽ ഓൺലൈനിലാണ്. പല ആൾക്കാരും സെർച്ച് ചെയ്യുന്നതെല്ലാം ഓൺലൈനിൽ കൂടെയാണ്. ഈ പിള്ളേരുടെ കയ്യിൽ 24 hours ഫോൺ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പിള്ളേരുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ ഫുള്ള് നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളൂടെ കണ്ടുപിടിക്കണം. ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ ന്യൂഡിറ്റി ഇൻസ്റ്റാഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇതിന് ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, വേണം ഞാൻ പറഞ്ഞുതരാം. ഒൺലി ഫാൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, ഇതുപോലത്തെ ഒത്തിരി പ്ലാറ്റ്ഫോം ഉണ്ട്. എനിക്ക് നേരത്തെ ട്വിറ്ററിലൊക്കെ ഇടായിരുന്നു തോന്നുന്നു. അങ്ങോട്ടൊക്കെ നിങ്ങൾ പോകും. ഇവിടെ മെജോറിറ്റി മാസ് ഓഡിയൻസ് ഉള്ള സ്ഥലമാണ് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുമ്പോഴത്തേനും നിങ്ങൾ കാരണം പല ആൾക്കാരും വഴി തെറ്റാൻ കാരണമാകുന്നു. 1, നിങ്ങളുടെ കുടുംബത്തെ തന്നെ ഇത് ബാധിച്ചു തുടങ്ങും. 2, പല ആൾക്കാർക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. 3, നിങ്ങളെ ഒരു മോശം സ്ത്രീയായിട്ട് സമൂഹത്തിൽ മുദ്ര കുത്തപ്പെടും. 4, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ മുന്നിലുണ്ട്. ഈ മുദ്ര കുത്തിയതിന്റെ പ്രധാന കാരണമാണ് വിപിൻ ലാലിന്റെ ആൽബമായിട്ട് ഉണ്ടായ രേണുവിന്റെ പ്രശ്നം. ഈ രേണു മാത്രമല്ല, ഇങ്ങനത്തെ ന്യൂഡിറ്റിയിലൂടെ പൈസ ഉണ്ടാക്കണം ചിന്തിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ നാശത്തിലേക്കുള്ള പോക്കിലേക്കാണ് നിങ്ങൾ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ